35 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച എളമരം പാലത്തിലൂടെയുള്ള ബസ് പെർമിറ്റ് അപേക്ഷകൾ നിരസിച്ച കോഴിക്കോട് RTA നിലപാടിനെതിരെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളമരം പാലത്തിലൂടെ ബസ് കെട്ടിവലിക്കൽ സമരം നടത്തി. നിരവധി ബസ്സുകൾക്ക് പെർമിറ്റ് ആവശ്യപ്പെട്ടിട്ടും അകാരണമായി ഇവയെല്ലാം തള്ളി എന്നാരോപിച്ചാണ് സമരം നടത്തിയത്. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് 2022 മെയ് മാസത്തിൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്ത എളമരക്കടവ് പാലത്തിലൂടെ ഇരു ജില്ലകളിലേക്കും ബസ് സർവീസ് തുടങ്ങാൻ 2 ജില്ലകളിലെയും RT ഓഫീസുകളിൽ നാട്ടുകാർ നിരവധി തവണ കയറിയിറങ്ങിയതാണ്. കൂടാതെ ഗതാഗത മന്ത്രി, ജില്ലാ കളക്ടർമാർ, KSRTC ജില്ലാ ഓഫീസർമാർ എന്നിവരെ നേരിൽ കണ്ട് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. കോഴിക്കോട് RTOയിൽ സമർപ്പിച്ച അപേക്ഷകൾ നവംബറിൽ കോഴിക്കോട് RTA യോഗത്തിൽ അജണ്ടയായി വന്നതാണ്. ഇതിനെ ബസ് മുതലാളിമാർ സംഘടിതമായി എതിർത്തിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് RTA യോഗത്തിൽ ബസ് ഉടമകളുടെ ആവശ്യം ഏകപക്ഷീയമായി അംഗീകരിച്ച് പുതിയ പെർമിറ്റുകൾ തള്ളുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. റൂട്ടിൽ നിരവധി ബസ്സുകൾ ഇതിനകം ഉണ്ട് എന്ന വാദമാണ് ഇതിനായി നിരത്തിയത്. അപേക്ഷകൾ തിരിച്ച് കോഴിക്കോട് RTOയിലെത്താൻ മാസങ്ങളെടുക്കുകയും ആ മാസങ്ങളെടുത്ത പാലത്തിലൂടെ ബസ് സർവീസ് ആരംഭിക്കാത്തതിനാൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി പേർ ദുരിതം അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബസ് കെട്ടിവലിക്കൽ സമരവുമായി സമരക്കാർ രംഗത്ത് വന്നത്. 2022 മെയ് മാസത്തിലാണ് നമ്മുടെ പാലം ഉദ്ഘാടനം ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ RTO മീറ്റിംഗ് നടന്നത് കോഴിക്കോട്. ആ കോഴിക്കോട് RTO മീറ്റിങ്ങിലേക്ക് 2 ഫ്രഷ് അപേക്ഷകൾ വരുന്നതെന്ന് കൊണ്ടോട്ടി കോഴിക്കോടും അതുപോലെ തന്നെ അരീക്കോട് കോഴിക്കോടുമാണ്. അപ്പോൾ ഈ 2 അപേക്ഷ പരിഗണിച്ച സമയത്ത് അവിടെ ബസ് ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഏതോ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒബ്ജക്ഷൻ വന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് കൂടുതൽ ബസ് അനുവദിച്ചാൽ ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ റൂട്ടുകൾ വളരെയധികം നിരന്തരമായ റൂട്ടുകൾ ഉള്ളതുകൊണ്ട് ബസ് അപേക്ഷിക്കരുതെന്ന് ബസ് ഓണേഴ്സും വാദിക്കണ്ടേ. അതേസമയത്ത് തന്നെ അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ആവശ്യകതയും അതുപോലെ തന്നെ ജനങ്ങൾ ഇത്രയും കാലം ആവശ്യമായി 35 കോടിയോളം രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിയ പാലത്തിന് ഉപകാരം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും ബസ് സർവീസ് വേണം എന്നുള്ള ആവശ്യവും നമ്മൾ ഉന്നയിച്ചു. അപ്പോൾ നമ്മുടെ ആവശ്യം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 2 അഭിപ്രായം വന്നപ്പോൾ 24ഓളം ഫ്രഷ് അപേക്ഷകൾ മാറ്റിവെച്ചു. 24 ഫ്രഷ് അപേക്ഷകൾ മാറ്റിവെച്ചു പഠനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉടനെ തന്നെ ഞങ്ങൾ RTA സെക്രട്ടറി അതുപോലെ തന്നെ DTC അവരുള്ളവരെ നേരിൽ നിന്ന് കാണുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ള റൂട്ടുകളെ പോലെയല്ല 24-ൽ 2 എണ്ണം വളരെ അത്യാവശ്യമുള്ളതാണെന്നും ഈ റൂട്ടിലെ അപേക്ഷകൾ നിർബന്ധമായി പരിഗണിക്കണം എന്നും പറഞ്ഞപ്പോൾ ഏകദേശം 1.5 മാസത്തിന് ശേഷം RTA അപേക്ഷ തീരുമാനമായി വരികയും 24 അപേക്ഷകളിൽ 2 അപേക്ഷ നമ്മുടെ പാലത്തിലൂടെയുള്ള 2 അപേക്ഷ മാത്രം പരിഗണിക്കുകയും അത് ഗ്രാൻഡഡ് അതിന് ഉത്തരവ് നൽകി മലപ്പുറം RTOയ്ക്ക് വിടുകയും. സാധാരണ ഒരു ജില്ല മാത്രമാണെങ്കിൽ ഒരു RTOയുടെ പെർമിഷൻ മതി. ഇവിടെ 2 ജില്ലകളിലൂടെ കടന്നു പോകുന്ന 2 RTOയുടെ പെർമിഷൻ, ഒരു RTA പെർമിഷൻ കൊടുത്താൽ രണ്ടാമത്തെ RTA കൺകറൻസി എന്നുള്ള ഇതിലേക്ക് വിട്ട് ആ RTA പരിഗണിച്ചതിന് ശേഷം കൺകറൻസി കിട്ടിയാൽ മാത്രമേ രണ്ടാമത് തിരിച്ചു വന്ന് RTA പരിഗണിക്കൂ. അപ്പോൾ ഇത് നീണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് 2 മീറ്റിങ്ങുകൾ കഴിഞ്ഞുപോയി. പിന്നീട് കൺകറൻസിക്ക് വേണ്ടി വന്നപ്പോൾ RTA മീറ്റിംഗ് അവിടുത്തെ മീറ്റിംഗ് അജണ്ടയായി വന്നു. മലപ്പുറം RTA കൺകറൻസി കൊടുക്കുകയും അത് കോഴിക്കോടെത്തുമ്പോഴേക്കും അവിടുത്തെ മീറ്റിംഗ് വീണ്ടും കഴിയുകയും ചെയ്തു. ഏകദേശം 1.25 വർഷത്തിന് ശേഷമാണ് അത് അജണ്ടയായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ വരുന്നത്. ഫെബ്രുവരി മാസത്തിൽ വന്നപ്പോൾ ഇതേ ഡ്രാമ തന്നെയാണ് നടക്കുന്നത്. ബസ് ഓണേഴ്സ് ശക്തമായി ഇതിനെ എതിർക്കുകയുണ്ടായത്. ഇവിടെ ബസ് റൂട്ട് അനുവദിച്ചാൽ ബാക്കിയുള്ള ബസ്സുകളെ ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു വാദഗതി അവർ ഉന്നയിക്കും. നേരെ മറിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് റൂട്ട് ആവശ്യമാണെന്നുള്ള കത്ത് നമ്മൾ കൊടുക്കുകയും RTA സെക്രട്ടറി എന്നുള്ളതൊക്കെ ഞങ്ങൾ പോയി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിർബന്ധമായിട്ട് ഞങ്ങൾക്ക് അത് അനുവദിച്ചു തരും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. നേരെ മറിച്ച് ഇലക്ഷൻ ഇതിൻ്റെ കാലത്താണ്, അതായത് നമ്മുടെ പ്രോട്ടോകോൾ നിലനിൽക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തീരുമാനം വന്നത്. ആ തീരുമാനം വന്ന സമയത്ത് വളരെയധികം നിരാശാജനകമായ രീതിയിൽ ഈ 2 റൂട്ടും തള്ളി. 2 റൂട്ടും തള്ളിയതിന് ഒരു കാരണം പറയുന്നത് വെൽ സാച്ചുറേറ്റഡ് എന്നാണ്.
വെൽ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിലൂടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ പെർമിറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നൽകാൻ നിവൃത്തിയില്ല എന്നുള്ളത്. അതായത് ബസ് ഓണേഴ്സിൻ്റെ വാദഗതി വേറെ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് തിരിച്ചും തെറ്റായ, അതായത് പുതിയ റൂട്ടിലൂടെ എവിടെയാണ് അതൊരു വെൽ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ വെൽ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നമുക്ക് ചെറിയ 2 പെർമിറ്റ് മാത്രമേ കിട്ടിയത്. റൗണ്ട് സർവീസ്, അതായത് ചെറുപ്പ, മാവൂർ, വാഴക്കാട്, ചെറുപ്പ എന്നുള്ള രീതിയിൽ തിരിച്ചും ഉള്ള സർക്കുലർ സർവീസ് മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് കാര്യമായ ദീർഘ യാത്രക്കാർക്ക് യാതൊരു ഉപകാരപ്പെടുന്ന അത്ര രീതിയിലുള്ള റൂട്ടാണ് നമുക്ക് കിട്ടിയത്. പിന്നെ പാലക്കാട് 2 സർവീസ് KSRTC കിട്ടിയതുകൊണ്ട് അതിനെ നമ്മൾ ആശ്രയിക്കുന്നു. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ ഇത് റിജക്റ്റ് ചെയ്തതോടുകൂടി ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു. ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ജനറൽ ബോഡി വിളിച്ച് കൂടുതൽ സമര പരിപാടി ആരംഭിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബസ് വളരെ വ്യത്യസ്തമായൊരു ബസ് ഉരുട്ടി പ്രതിഷേധം, അതായത് ബസ് പെർമിറ്റിന് അപേക്ഷ അതേ ബസ് തന്നെ ബസ് ഉരുട്ടിക്കൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങളും അധികാരികളും കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള ഒരു സമരം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇത് തുടർന്നും ഇതിന്റെ സമരപരിപാടികൾ മുന്നോട്ട്. സമരപരിപാടി മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC വാസന്തി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ സലാം എളമരം അധ്യക്ഷത വഹിച്ചു. വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സക്കറിയ, ഗ്രാമപഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജന്ന ഷിയാബ്, ജയ്സൽ എളമരം, വിച്ചാവ, CA കരീം, ഹരിദാസൻ, PA അസീസ്, ആബിദ് എളമരം എന്നിവർ സംസാരിച്ചു. ആക്ഷൻ കമ്മിറ്റി കൺവീനർ TP ഇസ്മായിൽ സ്വാഗതവും P മജീദ് നന്ദിയും പറഞ്ഞു. Golden Diamonds, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.